സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പശ്ചിമ കൊച്ചിയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100 മേനി വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. ഹൈബീഡ് NMB മെറിറ്റ് ഈവനിംഗ് ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെയും അവയർനെസ് പ്രോഗ്രാമും ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, കൊച്ചിയുടെ സാമൂഹിക മേഖലയിൽ, കൊച്ചിയുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ. എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കാനും നിർധനരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ അവാർഡും പഠനോപകരണ വിതരണവും മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെ ആദരിക്കാനും എല്ലാം നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാമ്പത്തിക സഹായമടക്കം കൊടുക്കുന്ന ഈ സംഘടന വളരെ കൃത്യമായി അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ശ്രീ N വേണുഗോപാൽ ഇരിക്കുന്ന ഒരു വേദിയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, ഇന്ത്യയുടെ ഇക്കോണമി പിടിച്ചു നിർത്തിയ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് ദേശസാൽക്കരണം എന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമത്തിന് തുടക്കം കുറിച്ച ഒരു വനിതയാണ്. മേയർ VK മിനിമോൾ മുഖ്യാതിഥിയായി. എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, ഇതുപോലുള്ള കൾച്ചറൽ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, എല്ലാത്തിനും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ. പലപ്പോഴും പല ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നോയമ്പ് തുറ നടത്താറുണ്ട്. അതേപോലെ പല ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടും ഒക്കെ കൊച്ചിയുടെ ഒരു പ്രതിച്ഛായയാണ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ കുട്ടികൾക്ക് A+ വാങ്ങിയ 10ാം ക്ലാസ്സിലെയും +2 കുട്ടികളെ ആദരിക്കുന്നതിനോടൊപ്പം ഫുൾ വിജയ ശതമാനം നേടിയിട്ടുള്ള സ്കൂളുകൾക്കും ഒരു ആദരവ് കൊടുക്കുക. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികളുടെ എണ്ണം ഫുൾ A+ വാങ്ങിയത് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്കൂളുകളും 100% വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ്. നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളുമെല്ലാം തങ്ങൾ പഠിക്കുന്ന പഠന നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളുകളോട് സ്കൂളിൻ്റെ ആ ചിട്ടയായ മുഞ്ചീർ CDA ചെയർമാൻ N വേണുഗോപാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മനാഫ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ എന്നിവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ ചെയർമാൻ KM റഹീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ റഹീന റഫീഖ്, ബാസ്റ്റിൻ ബാബു, കവിത ഹരികുമാർ, സുമിത് ജോസഫ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ഡിഗ്രി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും സാംബോർ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, ബോഡി ബിൽഡിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലെ കായിക താരങ്ങളെയും ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. AM അയ്യൂബ്, ഷൈല തദേവു, ADS ചെയർപേഴ്സൺ സബീന നോഫൽ, ഷീജ സുധീർ, ഷിംല അമീൻ, റീന ഗോമസ്, ജോത്സ്ന ഡെന്നി, പ്രശാന്ത് ബാബു, ഷെയ്ജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.